ഓർഡർ. നടപടികൾ നിർത്തിവെക്കുന്നതിൽ ഉപക്ഷേപം. സംസ്ഥാനത്തെ SC/ST വിഭാഗങ്ങൾക്ക് 2024-2025 പദ്ധതി അടങ്കലിൻ്റെ ഭാഗമായി അനുവദിച്ച പദ്ധതികൾ 2025 ജനുവരി 22-25 തീയതികളിൽ ഉത്തരവ് പ്രകാരം വെട്ടിക്കുറച്ചതായും ഇതുമൂലം SC/ST വിഭാഗങ്ങളിൽ ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന ആശങ്ക ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണം എന്ന ഉപക്ഷേപം പരിഗണനയ്ക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ AP അനിൽകുമാർ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി C കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ മന്ത്രി. യെസ് മിനിസ്റ്റർ. സർ, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ പദ്ധതികളൊക്കെ തന്നെ കാര്യക്ഷമമായി തന്നെയാണ് നടത്തി വരുന്നത്. 2024-25 സാമ്പത്തിക വർഷം പട്ടികജാതി വിഭാഗത്തിന് 1370 കോടി രൂപയാണ് സാർ വകയിരുത്തിയിട്ടുള്ളത്. പട്ടികവർഗ വിഭാഗത്തിന് 657 കോടി രൂപയും ആണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതുപ്രകാരം ഈ വിഭാഗത്തിൻ്റെ പദ്ധതി നടപ്പാക്കി വരുന്നു. പല പദ്ധതികളും കേന്ദ്ര സർക്കാർ പദ്ധതിയുമായിട്ട് യോജിപ്പിച്ചുകൊണ്ടാണ് നടപ്പാക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ ഇതുവരെ 1,16,610 വീടുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. ഇതിനായി 1,561 കോടി രൂപ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് സാർ. ഈ വർഷം സർക്കാർ ഈ പദ്ധതിക്ക് ആവശ്യമായ തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആവശ്യാനുസരണം പണം നൽകുന്നതിൽ ഭവന നിർമ്മാണം എന്ന ഹെഡിൽ ആവശ്യത്തിന് പണം ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയത് കാണുന്നു. സേഫ് പദ്ധതിയിൽ 3 വർഷമായി പട്ടികജാതി വിഭാഗത്തിൽ 30,117 വീടുകൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിൽ ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. 172 കോടി രൂപയാണ് ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികളുടെ അതായത് 2023-24 വരെ നൽകാനുണ്ടായിരുന്ന മുഴുവൻ പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് ആനുകൂല്യങ്ങളും നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി സാധിച്ചു. 2024-25 വർഷത്തെ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അർഹമായ മുഴുവൻ കുട്ടികളുടെയും ആനുകൂല്യങ്ങൾ നിലവിൽ വിതരണം ചെയ്തിട്ടുണ്ട്. 24-25 വർഷത്തെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് കുട്ടികൾ അപേക്ഷ നൽകി വരികയാണ് സാർ. ഇവരുടെ അംഗീകരിച്ച അപേക്ഷകളുടെ ശേഷം വിതരണം നമ്മൾ ആരംഭിക്കും. 2024-25 സാമ്പത്തിക വർഷം പട്ടികജാതി വികസന വകുപ്പ് സ്കോളർഷിപ്പ് വിതരണത്തിനായി 223 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഈ തുക പൂർണ്ണമായി ചെലവഴിച്ചതിന് പുറമെ 108 കോടി രൂപ കൂടി ധനകാര്യ വകുപ്പ് അധിക വിഹിതമായി അനുവദിച്ചിട്ടുണ്ട്. സ്കോളർഷിപ്പ് പൂർണ്ണമായും അംഗീകരിച്ചിട്ടുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു വരുന്നു. അധിക വിഹിതമായി അനുവദിച്ച 94.96 കോടി രൂപയും മറ്റ് വിദ്യാഭ്യാസ ധനസഹായ പദ്ധതികൾക്കായി ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുള്ള 166 കോടി രൂപയും ഉൾപ്പെടെ ഈ വർഷം 594.96 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. 233 കോടി രൂപയുടെ സ്ഥാനത്ത് 594 കോടി രൂപ ചെലവഴിക്കുന്ന നിലയിൽ വർധനമുണ്ടായിട്ടുണ്ട് സാർ. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം 72.3 കോടി രൂപ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് വിതരണം ചെയ്തു. ലൈഫ് പദ്ധതിയിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 43,629 വീടുകൾ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. 802 കോടി രൂപയും ഇതിനായി അനുവദിച്ചു. സേഫ് പദ്ധതിയിൽ 53 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് പദ്ധതിയിൽ തുക നമ്മൾ കുറച്ചിട്ടില്ല. സേഫിൽ 1,287 വീടുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ലാപ്ടോപ്പ് വാങ്ങുന്നതിന് ഏകീകൃതമായ 30,000 രൂപ ഗ്രാൻറ്റ്സ് പോർട്ടൽ മുഖേന വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അനുവദിച്ചു വരുന്നു. സാർ, ഇതാണ് സാർ, ഇങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് വകുപ്പ് ഈ പദ്ധതി നടപ്പാക്കി വരുന്നത്. ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം, കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള ചർച്ച നമ്മൾ 3 ദിവസം ഈ ഫ്ലോറിൽ ഈ സഭയിൽ നമ്മൾ നടത്തുകയുണ്ടായി. ആ അവസരത്തിലൊന്നും തന്നെ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഒരു ചർച്ചയും നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർമാരിൽ നിന്ന് ഉയർന്നു വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇത് ചർച്ചയ്ക്കെടുക്കണോ എന്ന കാര്യം എടുക്കേണ്ട കാര്യമില്ല. യെസ്, ശ്രീ AP അനിൽകുമാർ. സർ, നമ്മുടെ നിയമസഭ റൂൾ 50 അനുസരിച്ച്
ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് സർ. സാമൂഹ്യ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ, കാലിക പ്രാധാന്യമുള്ള, അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് സർ. ഒരു കാൽനൂറ്റാണ്ട് കാലത്തെ ഒരു ചരിത്രം നമ്മുടെ നിയമസഭയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അതത് ഗവൺമെൻറ്റുകൾ പാസ്സാക്കുന്ന പണം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല, അനിയന്ത്രിതമായി വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൂൾ 50 LDF ഭരിക്കുമ്പോഴോ UDF ഭരിക്കുമ്പോഴോ കേരളത്തിൽ ഈ നിയമസഭയിൽ ഉണ്ടായിട്ടില്ല സർ. പിന്നെ എന്തുകൊണ്ട് ഇപ്പോഴിതുണ്ടായി എന്നുള്ളത് സർ പരിശോധിക്കണം. ഒരു രാഷ്ട്രീയമായ കാര്യത്തിന് വേണ്ടി ഉന്നയിക്കുന്ന കാര്യമല്ല, മറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ഈ ഗവൺമെൻറ്റിൻ്റെ സമീപം, ഞാൻ പറഞ്ഞല്ലോ മുമ്പ് LDF ഗവൺമെൻറ് ഉള്ളപ്പോൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഏത് ഗവൺമെൻറ്റിനും ഒരു പ്രയോറിറ്റി ഉണ്ടാകുന്നുണ്ട് സർ. മുൻകാല ഗവൺമെൻറ്റുകളൊക്കെ തന്നെ LDF ആവട്ടെ UDF ആവട്ടെ പ്രയോറിറ്റികളിൽ ആദ്യമായിട്ട് കൊടുക്കുന്നത് SC/ST വിഭാഗങ്ങൾക്കുള്ള പരിഗണനയാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി ലിസ്റ്റിൽ, മുൻഗണനാ ലിസ്റ്റിൽ SC/ST വിഭാഗങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം സർ. അതുകൊണ്ടാണ് സർ ഇങ്ങനെ റൂൾ 50 ഇവിടെ അവതരിപ്പിക്കേണ്ടി വന്നത് സർ. ഇവിടെ ആധാരമായ കാര്യം ഞാൻ ഇവിടെ നോട്ടീസ് തന്നിരുന്നു സർ. ജനുവരി 22-ാം തീയതിയും 25-ാം തീയതിയും ആയി 2 ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ 2 ഉത്തരവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് സർ. SC/ST വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രചരണം നടക്കുന്നുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിൽ എന്താ, വലിയ തോതിൽ പണം കൊടുക്കുന്നു, വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് റിസൾട്ട് എന്തേ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നവരുണ്ട് സർ. എന്താ സർ നമ്മൾ കൊടുക്കുന്നത് സർ? എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റവന്യൂ റെസിപ്റ്റിൻ്റെ 10% അല്ല സർ കൊടുക്കുന്നത്. റവന്യൂ റെസിപ്റ്റിൻ്റെയും ബഡ്ജറ്റിൻ്റെയും നമ്മൾ നീക്കി വെക്കുന്ന പ്ലാൻ ഫണ്ടിൻ്റെ പദ്ധതി തുകയുടെ 9-10%. 2000, 2500, 3000 കോടി വരും. ഈ ഇത്രയും കാലമായിട്ട് കേരളം രൂപീകരിച്ചതിന് ശേഷം ഇപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്, ഇവിടെ മന്ത്രി പറഞ്ഞല്ലോ, 1300 കോടി രൂപ സംസ്ഥാന ഡിപ്പാർട്ട്മെൻറ്റിനും പഞ്ചായത്തും, ആകെ 3000-ൽ താഴെയാണ് സർ ഇത്ര കാലം കഴിഞ്ഞ് കൊടുക്കുന്നത്. ആ ഫണ്ട് പോലും നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ആ ഫണ്ടിൽ പോലും നമുക്ക് വെട്ടിക്കുറവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സർ. അതുകൊണ്ടാണ് സർ ഈ ഒരു കാര്യത്തിലെങ്കിലും ഈ സഭ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുവാൻ തയ്യാറാകണമെന്നാണ് സർ എനിക്ക് ഇതിലൂടെ അഭ്യർത്ഥിക്കുക. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം സർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ എല്ലാ ആദരവും വെച്ച് പറയട്ടെ, എനിക്ക് ഇന്നലെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സഹതാപം തോന്നി. 86,000 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് പണം ചെലവഴിച്ചു എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങ് വായനയിൽ പറഞ്ഞു, അങ്ങ് എഴുതി തന്ന് വായിച്ചാണ്. 162 കോടി രൂപ പട്ടികജാതി വിഭാഗങ്ങൾക്കും കൊടുത്തു. അതിൽ 50% പൂർത്തീകരിച്ചു, അതായത് 80 കോടി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, 86,000 കോടി കൊടുക്കുമ്പോൾ അതിൻ്റെ 1% എന്ന് പറയുന്നത് 860 കോടിയാണ്. 1% എന്ന് പറയുന്നത് 860 കോടിയാണ്. 0.5% എന്ന് പറയുന്നത് 430 കോടിയാണ്. 0.25% എന്ന് പറയുന്നത് 215 കോടിയാണ്. സർ, 0.5% താഴെ എന്താ പറയാന്ന് എനിക്ക് അറിയില്ല സർ. അതുപോലും കൊടുത്താൽ 152 കോടി കൊടുത്തു എന്ന് പറയുമ്പോൾ വിസിബിൾ അല്ലേ സാർ? ഇത് വിസിബിൾ അല്ലേ? ഇതിനപ്പുറത്ത് എന്ത് വേണം? ഇതിനപ്പുറത്ത് എന്താ നിങ്ങൾ എന്തിനാ ബഹളം വയ്ക്കും? പൊതുവായ കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങ് അങ്ങോട്ട് നോക്കണ്ട. ഞാൻ പറഞ്ഞത് ഇവിടെ ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ്. മുഖ്യമന്ത്രി എന്നുള്ള ലാഘവത്തിൽ വായിച്ചു പോയപ്പോൾ ഇതാ അദ്ദേഹം അത് മനസ്സിൽ ചിന്തിച്ചാണല്ലോ. പക്ഷെ ഇതൊന്ന് ചിന്തിക്കണം, ഇതൊന്ന് ചിന്തിക്കേണ്ട ഒന്നാണ് സാർ. 86,000 കോടി നാളെ തിരിച്ചടക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റ് എക്സ്ചക്കറിൽ നിന്നാണ്. അത് കൊടുക്കുന്നത് 10% വരുന്ന SC/ST കൊടുക്കുന്ന നികുതി പണം കൂടി എടുത്തിട്ടാണ് തിരിച്ചു കൊടുക്കേണ്ടത്. എന്താ അവർക്ക് അർഹതപ്പെട്ടതല്ല എന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് 86,000 കോടി രൂപയിൽ കൂടുതൽ പദ്ധതികൾ വേണ്ട എന്ന് തോന്നുന്നുണ്ടോ? പാലക്കാട് അംഗമാണല്ലോ, പാലക്കാട് ജില്ലയിൽ നിന്ന് അംഗമാണല്ലോ പറയുന്നത്. പാലക്കാട് ഒരു മെഡിക്കൽ കോളേജിനെങ്കിലും 25 കോടി വെച്ചു. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ബഡ്ജറ്റിൽ നിന്ന് SC ഫണ്ടിൽ നിന്നാണ് ഇപ്പോൾ നീക്കി വെച്ചത്. എന്തേ കിഫ്ബി ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല? ഒരു 50 കോടിയോ 100 കോടി പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല സർ. ഇത് ഒന്നല്ലെങ്കിൽ ബോധപൂർവമായ അവഗണന, അല്ലെങ്കിൽ കാണാതെ പോകുന്നെന്ന് വേണ്ടി പറയാം. ഇത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ജനവിഭാഗം ഇനിയും പുറകോട്ട് പോകും. അതുകൊണ്ടാണ് സാർ ഗവൺമെന്റ് വളരെ ശക്തമായ രീതിയിൽ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് സാർ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലൈഫ് മിഷൻ പദ്ധതി മന്ത്രി പറഞ്ഞല്ലോ. ഏത് മന്ത്രിയായാലും സാർ ഗവൺമെന്റ് ഇന്ന് പഴയ കാലത്തെ പോലെയല്ല. മുമ്പൊക്കെ മന്ത്രിമാർക്ക് ആദ്യഘട്ടങ്ങളിലൊക്കെ മന്ത്രിമാർക്ക് പണം അനുവദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ പണം ചെലവഴിക്കും. ഇന്ന് നമ്മുടെ സിസ്റ്റം വേറെയാണ്. പിന്നെ ആ പണം അനുവദിച്ച പണം പിന്നെ ഫിനാൻസിലേക്ക് പോകണം. ഫിനാൻസ് കഴിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഫണ്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഫണ്ട് ചെലവഴിക്കാൻ കഴിയൂ സാർ. 22-25 റിപ്പോർട്ട് ഞാനൊന്ന് ഓടിച്ച് വായിക്കാം. ഭവന പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ചത് 300 കോടി, കട്ട് ചെയ്ത് എത്ര സാർ? 120 കോടി.
60% സാർ കുറച്ചത്. സാർ ഭവനങ്ങളുടെ വീടുകളുടെ മെയിൻ്റനൻസ് 222 കോടി 173 കോടി അനുവദിച്ചു. 50 കോടിയാണ് സാർ അവിടെ കട്ട് ചെയ്തത്. സാർ ഭൂമി വാങ്ങുന്ന പദ്ധതി 170 കോടി സാർ അനുവദിച്ചത് 70 കോടി 100 കോടി കട്ട് ചെയ്തു സാർ. സാർ വിവാഹ ധനസഹായമായി 86 ലക്ഷം 36 ലക്ഷം കട്ട് ചെയ്തു. ബാക്കി 50 ലക്ഷമാണ് സാർ അനുവദിച്ചത്. വാത്സല്യ നിധി എന്ന് പറയുന്ന ഒരു പദ്ധതി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കി വരുന്നുണ്ട് സാർ. 5 രൂപ അനുവദിച്ചിട്ടില്ല, 5 രൂപ അനുവദിച്ചിട്ടില്ല. സാർ ഇങ്ങനെയാണോ സാർ ഗവൺമെന്റ് പ്രയോറിറ്റി ഫിക്സ് ചെയ്യേണ്ടത്? ഇതാണോ ഇടതുപക്ഷത്തിന്റെ സമീപനം? ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്, ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നത് ദളിത് വിരുദ്ധ ആദിവാസി വിരുദ്ധ ഗവൺമെന്റ് ആണ് എന്നതിന് പ്രകടമായ തെളിവ് പലതും കാണിക്കാൻ കഴിയും. പക്ഷെ ഇത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ വിഭാഗത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഒരു ഗവൺമെന്റ് പോയിട്ട് നിങ്ങൾ എന്ത് പ്രസംഗിച്ചിട്ടും എന്താ സാർ കാര്യം? സാർ ഞാൻ സൂചിപ്പിച്ചിട്ട് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി അതേ ഇപ്പം അടുത്ത കാലത്ത് ചാർജ് എടുത്താണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഈ യഥാർത്ഥത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് വേണോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യം സാർ. സാർ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന സ്ത്രീകൾക്ക്, വിധവകളായ സ്ത്രീകൾക്ക് നൽകി വരുന്ന സാമ്പത്തിക സഹായം മന്ത്രി മറുപടി വരുമ്പോൾ ഒന്ന് പറയണം, ഏത് സമയത്താണ് കൊടുത്തത്? എൻ്റെ ജില്ലയിൽ 2021 കൊടുത്തു. 2021 കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് പണം കിട്ടിയിട്ടില്ല. കോടിക്കണക്കിന് രൂപയാണ് ആ കാര്യത്തിൽ കൊടുക്കാനുള്ളത്. വിവാഹ ധനസഹായം കുടിശ്ശിക എത്രയാ മന്ത്രിക്ക് അറിയില്ലേ? അങ്ങൊന്ന് മറുപടി പറയണം. ഇതൊക്കെ തരേണ്ടതാരാ? വിവാഹ ധനസഹായം നടന്നു, മിശ്ര വിവാഹ ധനസഹായം എത്ര കാലമായി കൊടുത്തിട്ട്? സാർ ചികിത്സാ ധനസഹായം എന്ന് പറയുന്നത് UDF ഭരിക്കുമ്പോൾ കോവൂർ കുഞ്ഞുമോനൊക്കെ ആ സമയത്തുള്ളവരോടുണ്ട്. എത്രയാണ് ഞങ്ങളൊക്കെ കൊടുത്തിരുന്നത് അറിയാം. MLA മാർ കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ യാതൊരു രീതിയിലുള്ള വിവേചനമില്ലാതെ ആവശ്യമായ തുകകൾ കൊടുത്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. എന്താ സാർ സ്ഥിതി? എത്ര സാർ ഇന്ന് പാവപ്പെട്ട പട്ടികജാതിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് സാമ്പത്തികമായി ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല, ഒരു അസുഖം കൂടി വന്നാലുള്ള സ്ഥിതി എന്താ സാർ? അപ്പൊ അവരെ കാര്യത്തിലെങ്കിലും നമ്മൾ പരിഗണന കൊടുക്കണ്ടേ? ചികിത്സാ ധനസഹായത്തിന്റെ കാര്യത്തിൽ ഒരു പരിഗണന കൊടുക്കണ്ടേ? ഈ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. സാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ എല്ലാ പിന്നോക്കക്കാരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉന്നതി എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. സാർ അതിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു സാർ. അങ്ങനെ പദ്ധതി ഇപ്പൊ ഇല്ല സാർ. അതുപോലെ തന്നെയാണ് സാർ ഈ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാവുകളും കുളങ്ങളൊക്കെ ഉണ്ട്. UDF ഗവൺമെന്റിന്റെ കാലത്ത് ഒരു പദ്ധതി കൊണ്ടുവന്നു, അതൊക്കെ സംരക്ഷിക്കാനുള്ള പദ്ധതി. ഈ ഗവൺമെന്റ് അങ്ങ് നിർത്തലാക്കി സാർ. സാർ ഇതെല്ലാം നിർത്തലാക്കാൻ ഒരു മന്ത്രിയും ഒരു വകുപ്പും വേണം? ഇത് പദ്ധതി നിർത്തലാക്കാനാണോ ഒരു വകുപ്പ്? സാർ ഇത്തരം കാര്യങ്ങളിലെങ്കിലും സാർ അതുപോലെ തന്നെ സാർ ഒരു കാര്യം ഞാനിവിടെ ഇന്നലെ മന്ത്രി മറുപടി പറഞ്ഞു എല്ലാ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും കൊടുത്തു. 67 കോടി രൂപ കൊടുത്തു. സാർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് 1-2 വർഷം വൈകി മാത്രം വിതരണം ചെയ്യുമ്പോൾ പട്ടികജാതി വിദ്യാർത്ഥികൾ സ്ഥാപന മേധാവികളുടെ മുന്നിലും സഹപാഠികളുടെ മുന്നിലും പരിഹാസപാത്രമായി നിൽക്കുന്ന ദയനീയമായ അവസ്ഥ നിലനിൽക്കുന്നു സാർ. ഫീസ് സമയത്ത് കൊടുക്കാത്തത് കാരണമായി പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരിക്കുക സാർ. TCയും സർട്ടിഫിക്കറ്റും തടഞ്ഞു വയ്ക്കുക, ഹൗസ് സർജൻസി തടയുക, ക്ലാസ്സിൽ കയറ്റാതിരിക്കുക തുടങ്ങി വിദ്യാർത്ഥികളുടെ പഠനവും ഭാവിയും അഭിമാനവും വരെ തകരാറിലാക്കുന്ന നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട് സാർ. ഇതെന്റെ വാക്കുകളല്ല, ഞാൻ എഴുതി കൊണ്ടുവന്നല്ല സാർ. SC ഡയറക്ടർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എഴുതിയ വരികളാണ് സാർ ഇത്. പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ ധനകാര്യ വകുപ്പിന് എഴുതിയ കത്താണ് സാർ ഇത്. ആ ഡയറക്ടർക്ക് പോലും മനസ്സലിഞ്ഞിട്ടും ധനകാര്യ വകുപ്പിന് മനസ്സലിയുന്നില്ല സാർ. 57 കോടി 67 കോടി കൊടുത്തു എന്ന് അങ്ങ് പറയുന്നു. എത്രയാണ് സാർ കുടിശ്ശികയുള്ളത്? എത്രയാണ് കുടിശ്ശികയുള്ളത്? വിദേശ സഹായവുമായി ബന്ധപ്പെട്ട് മന്ത്രി തന്നെ പറഞ്ഞല്ലോ കുടിശ്ശികയുണ്ട്. എല്ലാം കുടിശ്ശികയാണ് സാർ. ഇന്ന് കൊഴിഞ്ഞുപോക്ക് കേരളത്തിൽ കൂടി വരികയാണ്. അതൊന്ന് പരിശോധിക്കണം. അവസാനിപ്പിക്കണം സാർ, 2 മിനിറ്റ് കൂടി. കൊഴിഞ്ഞുപോക്ക് കൂടി വരികയാണ്. ST വിഭാഗത്തിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് കൂടുന്നു, SC വിഭാഗത്തിൽ നിന്ന് പോലും കൂടുന്നു സാർ. എങ്ങനെയാണ് സാർ ഇതിനാവശ്യമായ സപ്പോർട്ട് ഗവൺമെന്റ് നൽകിയിട്ടില്ലെങ്കിൽ, പഠിക്കാനുള്ള പിന്തുണ നൽകിയിട്ടില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും സാർ? സാർ എല്ലാ മേഖലയിലും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് എന്ന് പറയുന്നത് ഇന്ന് ബോർഡ് മാത്രമേ ഉള്ളൂ സാർ. അതിനകത്ത് പണം നിങ്ങൾ നൽകുന്നില്ല. ആവശ്യമായ പണം നൽകാത്തതിൻ്റെ പേരിൽ ഇന്ന് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സാർ. ഞാൻ പറയട്ടെ, വിദ്യാവാഹിനി പദ്ധതി ഇപ്രാവശ്യം കൊടുത്തു നിങ്ങൾ. എവിടെ എത്ര പെൻഡിങ് ആണ്, എത്ര കുടിശ്ശികയാണ്? ആദിവാസി കുട്ടികൾക്ക് പഠിക്കാൻ വരേണ്ടത് വാഹനങ്ങളിലൂടെയാണ്. 6 മാസമായി വണ്ടി ഓടിക്കുന്നില്ല. പിന്നെ എങ്ങനെ നമുക്ക് കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട്സ് ഇല്ലാതിരിക്കും സാർ? +1 SSLC പരീക്ഷകളിൽ UDFന്റെ കാലത്ത് നിങ്ങൾ തുടങ്ങിയതാണ്. SSLC A+ കിട്ടിയാൽ
ഹയർ സെക്കൻഡറിക്ക് A+ കിട്ടിക്കഴിഞ്ഞാൽ MBBS മാർക്ക് അവസാനിപ്പിക്കാം. അടുത്ത പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ സാർ അവരൊക്കെ ഒന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് എത്ര കാലമായി നടത്തിയിട്ട്? എത്ര കാലമായി സാർ അങ്ങ് നടത്തിയിട്ട്? മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷ, അതുപോലെ തന്നെ ബുക്ക് ബാങ്ക് പദ്ധതി കുട്ടികൾക്ക് സഹായമായിരുന്നു സാർ. ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ നിർത്തിവെച്ചു. നടപ്പാക്കുന്ന പദ്ധതികൾക്ക് ഇന്ന് പണം അനുവദിക്കുന്നില്ല. വളരെ ഗുരുതരമായ സാഹചര്യമാണ് സാർ. ഈ സഭ പാവപ്പെട്ട ജനങ്ങളോട് നീതി പുലർത്തുന്നുണ്ടെങ്കിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് സാർ, ഇത് ഗൗരവതരമായ ഒരു ജനവിഭാഗത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ മുഴുവൻ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ താല്പര്യം കാണിക്കാത്ത ഈ ഗവൺമെൻറ് അതിൻ്റെ നടപടികൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഈ ഗൗരവമായ വിഷയം സഭ നിർത്തി ചർച്ച ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഇവിടെ ഈ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല സർ. കാരണം ഇവിടെ LDF ഭരണം നടത്തിയിട്ടുണ്ട്, UDF ഭരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയുമ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ പട്ടികജാതി ജനസംഖ്യ സാർ കണക്കെടുക്കുമ്പോൾ ഈ പട്ടികജാതി പട്ടികവർഗ ആനുപാതികമായിട്ട് ഫണ്ട് നീക്കിവെക്കുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ LDF ഗവൺമെൻറ് നമുക്ക് കാണാൻ വേണ്ടി സാർ ഇത് രേഖാപരമായിട്ട് നമുക്ക് പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ ഗവൺമെൻറ്റാണ് ശരിക്കും പരിശോധിച്ചാൽ ജനസംഖ്യ ആനുപാതികത്തിനേക്കാൾ കൂടുതൽ തുകയാണ് ഈ LDF ഗവൺമെൻറ് നീക്കിവെച്ചായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ് സാർ. അത് സാർ പറയട്ടെ 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 ഇത് കേൾക്കൂ. ഇപ്പോൾ UDF ഭരിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിലുണ്ടല്ലോ സാർ, ഉണ്ടല്ലോ. അവിടെയൊക്കെ പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിലുണ്ടല്ലോ സാർ. ഇപ്പോൾ തൊട്ടടുത്ത് കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങൾ അവിടെയൊക്കെ ഈ രീതി അവലംബിക്കുന്നുണ്ടോ? അവിടെ ഒന്നും ഈ രീതി അവലംബിക്കുന്നില്ല. അവിടെ പട്ടികജാതി പട്ടികവർഗത്തിന് പ്രത്യേക പരിഗണന പോലും അത്തരം സ്റ്റേറ്റുകൾ കൊടുക്കുന്നില്ല എന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു സ്ഥാനത്താണ് നമ്മുടെ കേരളത്തിലെ, നിങ്ങൾ രേഖ പരിശോധിച്ച് പറയണം, രേഖ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞോളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം സാർ, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പല പദ്ധതികളും സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് ജോയിൻ്റാണ് നടപ്പാക്കുന്നത്. പ്രധാനമായിട്ട് വിദ്യാഭ്യാസ പദ്ധതി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പിന്നെ 2 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ആനുകൂല്യം നിഷേധിച്ചു. പക്ഷേ കേരളത്തിലെ LDF ഗവൺമെൻറ് എടുത്ത നിലപാടെന്ത് സാർ? ഇവിടെ വരുമാന പരിധി നോക്കാതെയാണ് പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് മുഴുവനും നമ്മൾ വിദ്യാഭ്യാസ ആനുകൂല്യം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2023-24 വരെയുള്ള ഈ SC വിഭാഗത്തിൻ്റെയും ST വിഭാഗത്തിൻ്റെയും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നമ്മൾ പൂർണ്ണമായും കൊടുത്തു കഴിഞ്ഞു സാർ. ഇപ്പോൾ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തത് നമ്മളിപ്പോൾ കുട്ടികളെ എൻറോൾ ചെയ്തു വരുന്നു. അത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നമുക്ക് തുക കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇന്നലെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി 68 കോടി രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല സാർ. ഇവിടെ കേന്ദ്ര പട്ടികവർഗ മന്ത്രാലയത്തിൽ 24-25 മൊത്തം വകീലത്തിൽ 13,000 കോടി രൂപയായിരുന്നത് 2025-26 ബഡ്ജറ്റ് രേഖകളിൽ പുതുക്കി നിശ്ചയിച്ചു. 2,800 കോടി രൂപയുടെ, അതായത് 22% തുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കുറവ് വരുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാർ. ഇത് സംബന്ധിച്ചും പ്രതിപക്ഷം കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് സാർ. അതേപോലെ തന്നെ കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിലെ ഒരാൾ പോലും ഇപ്പോൾ കൊഴിഞ്ഞു പോകാതെ എല്ലാവരെയും സ്കൂളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗമായിട്ടാണ് വിദ്യാവാഹിനി ബഹുമാനപ്പെട്ട MLA ചൂണ്ടിക്കാണിച്ച് വിദ്യാവാഹിനി നടപ്പാക്കുന്നുണ്ട്. വിദ്യാവാഹിനീൻ്റെ ഫണ്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? പൈസ കൊടുക്കുന്നുണ്ട്. പൈസ കൊടുക്കുന്ന ഞാൻ പറയാം. പൈസ കൊടുക്കുന്നത് എങ്ങനെയാണ്? സാധാരണഗതിയിൽ അത് പറയട്ടെ പൈസ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബില്ല് വരുന്നതിനനുസരിച്ചല്ല കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബില്ല് 900-ൽ-അധികം പഞ്ചായത്തുകളുണ്ട്. അവിടെ നിന്ന് ബില്ല് വരുന്നതിനനുസരിച്ചാണ് നമ്മൾ പിന്നെ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റക്കുറച്ചിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അല്ല കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് അത് ശരിയല്ല. അത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വിദേശ പഠനത്തിലുള്ള ഉന്നതിയുടെ കാര്യം ഇവിടെ ഉന്നയിച്ചു. നമ്മൾ ഒരു കുട്ടിക്ക് 25 ലക്ഷം രൂപയാണ് സാർ നമ്മൾ കൊടുക്കുന്നത്. ഒരു കുട്ടിക്ക് 25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അതിലിപ്പോൾ 800 കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ? അതിൽ സാർ അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് 56ഓളം കുട്ടികൾക്ക് നമുക്കവിടെ ഇന്റേൺഷിപ്പ് കൊടുക്കാനും നമുക്ക് ആ പദ്ധതിയിൽ കൂടി നമുക്ക് സാധിച്ചു. അത് നേട്ടമില്ല സാർ. അതിന് പുറമെയാണ് സാർ നമ്മൾ ഈ വിദ്യാഭ്യാസപരമായി നമ്മൾ
നമ്മുടെ IAS ചേർത്ത് പഠിക്കുന്നുണ്ട്, അവർക്ക് ഫീസ് കൊടുക്കുന്നില്ലേ? MBBS പഠിപ്പിക്കുന്നുണ്ട്, അവർക്ക് ഫീസ് കൊടുക്കുന്നില്ലേ? അതേപോലെ തന്നെ വിവിധ പാരാമെഡിക്കൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നേഴ്സിങ്ങിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിങ്സ് എന്ന പേരിൽ പൈലറ്റിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടിയെ നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് നമുക്ക് സെലക്ഷൻ കിട്ടി. ആ കുട്ടിക്ക് നമ്മൾ 12 ലക്ഷം രൂപ നമ്മൾ അനുവദിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണ് സാർ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് 2018 കോവിഡ് വന്നപ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത സാഹചര്യം വന്നു. ഏകദേശം 41 കോടി രൂപ മുടക്കിയാണ് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ലാപ്ടോപ്പ് കൊടുത്തത്. നമ്മളെല്ലാവരും കണ്ടതാണല്ലോ, നമ്മളെല്ലാവരും കണ്ടെടുത്ത് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത് LDF ഭരിക്കുമ്പോൾ സാറ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, വിങ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യമാണ് സാർ, ഇപ്പം നമ്മുടെ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ NRGയിൽ 100 തൊഴിലാണ് നമ്മൾ ആർക്ക് കൊടുക്കുന്നത്? നമ്മൾ പട്ടികവർഗ വിഭാഗക്കാർക്ക് കൊടുക്കുന്നത്. പക്ഷേ എക്സ്ട്രാ 100 പണി കൂടി നമ്മൾ ഫണ്ട് പകരത്തിക്കൊണ്ട് നമ്മൾ ഒരു കുടുംബത്തിന് ഒരു വർഷം 200 തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ 200 പണി പൂർത്തീകരിച്ച പഞ്ചായത്തുകളെയും അത്തരം വ്യക്തികളെയും നമ്മൾ തിരുവനന്തപുരത്ത് വിളിച്ച് തന്നെ നമ്മൾ ആദരിക്കുകയുണ്ടായി. ഇതൊരു അവരുടെ ഒരു നേട്ടമല്ലേ സാർ? മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വിമാനത്താവള ജോലികൾ പരിശീലിപ്പിക്കുന്ന ഞാൻ പറഞ്ഞു കേടുകൾ. പിന്നെ ട്രേസ് പദ്ധതി സാർ. അപ്പോൾ ട്രേസ് പദ്ധതി സംബന്ധിച്ച് അതുകൂടി ഞാൻ പറയാം. ട്രേസ് പദ്ധതിയിൽ നമ്മൾ ഇപ്പോൾ 500 അക്രഡിറ്റ് എഞ്ചിനീയർമാരെ നമ്മൾ ഇൻറ്റേൺഷിപ്പ് കൊടുത്ത് നമ്മൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും നമ്മൾ നിയമിച്ചിട്ടുണ്ട്. ആ 2 വർഷം ഇൻറ്റേൺഷിപ്പ് കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്കുള്ള ഓണറേറിയം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ നിലവിൽ കൊടുത്തു വരുന്നത്. അപ്പോൾ അത് നടക്കുന്നില്ല സാർ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 വർഷം കൊണ്ട് 11,358 പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം നമ്മൾ ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസി പ്രകാരം ആദിവാസികൾക്കും ഭൂമി ലഭിക്കണ്ടേ, പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കും ഭൂമി ലഭ്യമാവണ്ടേ? അപ്പോൾ അവർക്ക് ഭൂമി ലഭ്യമാക്കാനുള്ള നടപടിയും ഈ സർക്കാർ ചെയ്തു വരുന്നുണ്ട്. എല്ലാ പട്ടികവർക്കും ഭൂമിയുള്ള ജില്ലയായി തിരുവനന്തപുരം ജില്ലയെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പട്ടികവർഗ്ഗക്കാർക്കും ഭൂമി ലഭ്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനിവിടെ മറുപടി പറഞ്ഞു. എല്ലാവർക്കും ഭൂമി കൃത്യമായി ലഭ്യമാക്കാൻ നടപടി നമ്മൾ സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ പഠനമുറി സംബന്ധിച്ച് നമ്മൾ നടപ്പാക്കുന്നുണ്ട്. പഠനമുറി കുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ ഇരുന്ന് തന്നെ ചിലപ്പോൾ പഠിക്കാൻ ഒരു സൗകര്യക്കുറവ് ഉണ്ടാവും. പക്ഷേ അത്തരം വീടുകളിൽ ഒരു പഠനമുറി സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ 17,000-ഓളം യൂണിറ്റുകളാണ് സാർ നമ്മുടെ കേരളത്തിൽ ഈ ഗവൺമെൻറ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. വർഷം തോറും 70 പട്ടികജാതി കുട്ടികൾക്കും 2 പട്ടികവർഗ കുട്ടികൾക്കും 28 ഇതര വിഭാഗ കുട്ടികൾക്കും MBBS പഠനം ഉറപ്പാക്കുന്ന പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ കാര്യം സാർ. പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ കാര്യം സാർ, ഞാൻ അങ്ങ് തന്നെ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അവിടെ പാലക്കാട് മെഡിക്കൽ കോളേജ് ആരംഭിച്ച് നമുക്കെല്ലാവർക്കും അറിയാം സാർ. പക്ഷേ ആ സമയത്ത് നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ 28.68 കോടി രൂപ ആണ് ആ സമയത്ത് ചിലവാക്കിക്കൊണ്ടത് ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ 476.98 കോടി രൂപ നമ്മൾ കണക്ക് പരിശോധിച്ച് സാർ, ഇത് കണക്ക് പരിശോധിച്ചാണ് 28.68 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് അങ്ങയുടെ കാലത്ത് ആരംഭിച്ചത്. പക്ഷേ അത് ശൈശവ ആയിരുന്നു. പക്ഷേ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം 476.98 കോടി രൂപ നമ്മൾ മുടക്കി അതിപ്പോൾ ഒരു ഫുൾ സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അത് പ്ലാനിലും നോൺ പ്ലാനിലും തമ്മിലുള്ള ചില വിഷയങ്ങളുണ്ട്. ആ കാര്യങ്ങളും നമ്മുടെ വകുപ്പ് നമ്മളിപ്പോൾ നിലവിൽ പരിശോധിച്ച് വരികയാണ് സാർ. പിന്നെ മറ്റൊരു കാര്യം സാർ, ഇപ്പോൾ പൊതുകണക്ക് ഇവിടെ പരിശോധിക്കുമ്പോൾ നമുക്ക് നോക്കാമല്ലോ. UDFൻ്റെ കാലത്ത് പട്ടികവർഗത്തിന് വേണ്ടിയിട്ട് എത്ര ചെലവഴിച്ചു, LDFൻ്റെ കാലത്ത് പട്ടികവർഗത്തിന് വേണ്ടി എത്ര ചെലവഴിച്ചു. ഇപ്പോൾ UDFൻ്റെ കാലത്ത് 2016 മുതൽ 21 വരെ ഉള്ള കാലങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ UDFൻ്റെ കാലത്ത് ആകെ 2011 ആകെ
ശ്രദ്ധിക്കണ്ട കമന്റ്സ് ശ്രദ്ധിക്കണ്ട. പറയട്ടെ, നമ്മൾ 2011-16 വരെ ആകെ 1366 കോടി രൂപയാണ് സാറേ ചെലവഴിച്ചത്. അതേസമയത്ത് ഇവിടെ പട്ടിക വർഗത്തിന് വേണ്ടിയിട്ട് LDF സർക്കാർ വന്നതിന് ശേഷം 2386 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. UDFൻ്റെ കാലത്ത് ഈ പറയുന്ന പോലെ SC വിഭാഗത്തിന് 4029 കോടി മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. പക്ഷേ LDF വന്നപ്പോൾ 5600 കോടി രൂപ ആ വിഭാഗത്തിന് ചെലവഴിച്ചിട്ടുണ്ട് സാർ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഇങ്ങനെ വിശദീകരിച്ച് ഞാൻ പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ല എന്നുള്ള ഒരു ഒരു പറയുന്ന കാര്യം അത് ശരിയല്ല സാർ. ഈ പറഞ്ഞ ഇവിടെ ചൂണ്ടിക്കാണിച്ച വിഭാഗത്തിന് സഹായം, മിശ്ര വിഭാഗത്തിന് സഹായം, അത് സാർ അത് കൊടുത്തു വരുന്നുണ്ട്. ഇങ്ങനെ സാറിൻ്റെ കാലത്ത് അറിയാമല്ലോ, ഇങ്ങനെ ഓരോ വർഷം അപേക്ഷ വന്നുകൊണ്ടിരിക്കും. ആ മുൻഗണന അടിസ്ഥാനത്തിലാണ് സാർ നമ്മളിപ്പോൾ ഈ ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇപ്പോൾ ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, ചില കുടുംബങ്ങൾ ഇത് അപേക്ഷിക്കാതെ തന്നെ ഒരു നിശ്ചിത പീരീഡിൻ്റെ ഉള്ളിൽ അത് അപേക്ഷ തരണം. പക്ഷേ പല ആൾക്കാരും 3-4 വർഷം കഴിഞ്ഞിട്ടാണ് അപേക്ഷയായിട്ട് വരുന്നത്. അത്തരം കാര്യങ്ങൾ പോലും നമ്മൾ വകുപ്പ് പരിശോധിച്ചിട്ട് അനുകൂലമായിട്ടുള്ള നടപടി അവർക്ക് വേണ്ടി നമ്മൾ സ്വീകരിച്ചു വരികയാണ് സാർ. ഇപ്പോൾ വാത്സല്യനിധിയെ സംബന്ധിച്ച് ഒരു വിഷയം ഉണ്ട് സാർ. വാത്സല്യനിധിയായിട്ട് ബന്ധപ്പെട്ട് LICയുമായിട്ട് ആണ് നമ്മൾ ഈ പദ്ധതി ലിങ്ക് ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ. അപ്പോൾ LIC ഈ വാത്സല്യനിധിയിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് ചില നിയമപ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നു. വിദ്യാവാഹിനിയുടെ കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു സാർ. ഇപ്പോൾ ലൈഫിൽ നമ്മൾ ഈ സാമ്പത്തിക വർഷം നമ്മളുടെ അലോക്കേഷൻ പ്രകാരമുള്ള എല്ലാ തുകയും നമ്മൾ ലൈഫ് ഭവന പദ്ധതിക്ക് നമ്മൾ നൽകി കഴിഞ്ഞു. സാർ പിന്നെ ഒരു കാര്യം ഇവിടെ ചോദിച്ചു, കിഫ്ബി ഫണ്ട് സാർ. കിഫ്ബി ഫണ്ട് ഇവിടെ ഇന്നലെ ഇവിടെ ഉന്നയിച്ചത് ശ്രദ്ധപ്പെട്ടു, ഇന്നും അത് ഉന്നയിച്ചു. ഇപ്പോൾ കിഫ്ബി ഫണ്ട് സാർ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? കേരളത്തിലെ പൊതു റോഡുകൾ അല്ലേ ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ അത് യൂസ് ചെയ്യുന്ന ആരൊക്കെ സാറ്? നമ്മൾ കേരളത്തിലെ എല്ലാ ജനതയും അത് ഉപയോഗിക്കുന്നു. അതാണ് എൻ്റെ കൺസെപ്റ്റ് പറയുന്നത്. അതിൽ പട്ടികജാതി ഉപയോഗിക്കും, പട്ടികവർഗം ഉപയോഗിക്കും, എല്ലാവരും അത് യൂസ് ചെയ്യും. പിന്നെ സാർ സ്കൂള് മറ്റൊരു ഫോക്കസാണ്. ഇപ്പോൾ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ സാറേ അവിടെ ജനറൽ മാത്രമാണോ? അവിടെ നമ്മളെല്ലാവരും അല്ലേ പഠിക്കും സാർ. അപ്പോൾ അതിൻ്റെ ഗുണം ആ വിഭാഗത്തിനും അവിടെ ലഭിക്കുന്നില്ല സാർ. ഇപ്പോൾ കിഫ്ബി പദ്ധതിയിൽ ആശുപത്രികൾ നന്നാക്കുമ്പോൾ നമുക്ക് പ്രത്യേക കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിൽ അവരെ പ്രത്യേകം മാറ്റി നിർത്തുന്നത്. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന രീതി തന്നെയാണ് സാർ കിഫ്ബിയുടെ കാര്യങ്ങൾ. കിഫ്ബി പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകമായിട്ടുള്ള ചില പദ്ധതികൾ ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇത് നടപ്പാക്കി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. അതിലൊരു ചേരിതിരിവ് നമ്മൾ പറഞ്ഞ് ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ സാറിന് ഇവിടെ വന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് അർത്ഥത്തിൽ പറഞ്ഞു പോകുന്നത് ശരിയല്ല. രേഖാമൂലമായിട്ട് പിന്നീട് ഗവൺമെൻറ് ഇപ്പോൾ അവസാനം ഇവിടെ ചോദിച്ചത്, നമ്മൾ സാർ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ഒരു പ്രയോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏത് പദ്ധതിക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. ഇപ്പോൾ ചികിത്സാ ധനസഹായം സ്വാഭാവികമായിട്ട് മുൻഗണന കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ മുൻഗണന കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ ലംസം കാൻഡ് സ്ട്രൈപ്പൻഡ് ഈ സ്കോളർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കുന്നു, അതിന് മുൻഗണന കൊടുക്കണം. ലൈഫിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം. ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് നമുക്ക് പ്രയോറിറ്റി വേഗം തന്നെ നടപ്പാക്കേണ്ടതുകൊണ്ട് ഒരു പ്രയോറിറ്റൈസേഷൻ നമ്മൾ നിശ്ചയിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. ആ രീതിയിലാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് ഇവിടെ പറയാനുള്ളത് ഉന്നതിയെ സംബന്ധിച്ച് സാർ. ഇപ്പോൾ ഉന്നതി സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗത്തിലും പട്ടികവർഗ വിഭാഗത്തിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ചതാണ് സാർ ഈ ഉന്നതി എന്ന് പറയുന്നത്. അതൊരു സൊസൈറ്റിയാണ്, ഒരു ബൈലോ ഉണ്ട്, അതിൻ്റെ നടപടിക്രമങ്ങൾ. ഇപ്പോൾ ഉന്നതി സ്കോളർഷിപ്പ് എക്സാമ്പിൾ പറയാം, ഉന്നതി സ്കോളർഷിപ്പ് ഉന്നതി വിങ്സ്,
ഒരു 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 നമ്മുടെ കോളനീൻ്റെ പേര് മാറ്റി ആ കോളനിക്ക് കോളനി മാറ്റിയിട്ട് ഉന്നതി അത് ഇങ്ങനെ ഒരു ബ്രാൻഡ് നെയിം പോലെ കൊടുത്തുകൊണ്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ച് നമ്മുടെ ഈ രണ്ട് വകുപ്പിലെയും എല്ലാ പദ്ധതികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉന്നതി ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. അതാണ് സാർ അത് നടത്തുന്നത്. അല്ലാതെ ഉന്നതി ഇവിടെ മരിച്ചുപോയി അല്ലെങ്കിൽ അത് അങ്ങനെയായിപ്പോയി എന്ന് പറയുന്ന ഒരു കാര്യം ശരിയല്ല സാർ. ഇതാണ് ഉന്നതിയെ സംബന്ധിച്ച് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പം അവസാനിപ്പിക്കുകയാണ്, ഈ വകുപ്പിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയല്ല. അതുകൊണ്ട് ഇവിടെ ഈ അടിയന്തര പ്രമേയം ഇവിടെ കൊണ്ടുവന്നു. അത് സംബന്ധിച്ച് അത് നിർത്തിവെക്കണമെന്നുള്ള ആവശ്യം ഇല്ല. അതുകൊണ്ട് നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ സഭ മുമ്പാകെ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി. സാർ, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ OR കേളു അവർ ഈ കാര്യം സംബന്ധിച്ച് വിശദമായി സംസാരിച്ചു. വകുപ്പിനകത്ത് ചെലവാക്കുന്ന കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് പറഞ്ഞു. സാർ, ഇവിടെ ഈ അടിയന്തര പ്രമേയം യഥാർത്ഥത്തിൽ കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന അതിനുവേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം കഴിഞ്ഞ 3 ദിവസവും ശ്രീ ശശി MLA അദ്ദേഹം വളരെ വിശദമായിട്ട് ഒരു സബ്മിഷൻ്റെ കാര്യമായി പറഞ്ഞു. എല്ലാ വിശദാംശങ്ങളും അവിടെ കൊടുത്തു. ബഡ്ജറ്റ് ചർച്ചയിൽ 3 ദിവസം നടന്ന ചർച്ചയാണ് സാർ. അതിനകത്ത് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇപ്പോൾ വീണ്ടും ഈ കാര്യം ഇവിടെ അവതരിപ്പിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കൊന്നും കൊടുക്കുന്നില്ല എന്ന് ഉള്ളത് ഇവിടെ അവതാരകന് മനസ്സിലാകാത്തതുകൊണ്ടല്ല. പക്ഷേ ഇത് കട്ട് ചെയ്ത് കേരളത്തിൽ ഈ കാമ്പയിൻ്റെ ഭാഗമായിട്ട് പോകാൻ വേണ്ടിയുള്ള കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് സാർ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറഞ്ഞാലും ഈ കാര്യങ്ങളൊക്കെ അവരുപയോഗിക്കും. കാരണം കേരളത്തിലാകെ ഈ കാര്യങ്ങളൊന്നും പണം ചിലവാക്കുന്നില്ല. അപ്പോൾ ഇത് കൗണ്ടർ കട്ട് തന്നെയാണ്. കാരണം യഥാർത്ഥത്തിൽ ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമാണല്ലോ. യഥാർത്ഥത്തിൽ ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം. സാർ, എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ? ഞാൻ അധികം സമയം എടുക്കുന്നില്ല സാർ. 10 മിനിറ്റ് വേണ്ടി പറയേണ്ടി വരും. ഞാൻ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. എന്നാലും ഇതിനകത്ത് ധനകാര്യ വകുപ്പ് തന്നെ പറയണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സാർ, ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ അതിദരിദ്രരായിട്ടുള്ള ആളുകൾ, അതാണല്ലോ ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട SCയും STയും അവരുടെ ഉൾപ്പെടെയുള്ളൊരു യാഡ് സ്റ്റിക്കാണല്ലോ അതിദരിദ്രരുടെ കണക്ക്. സാർ, കേരളത്തിൽ ഈ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഇനി ഒരു 10,000 ചില്ലാന ആളുകളും കൂടി ആ അതിദരിദ്രരുടെ പട്ടിക എന്ന് മാറിയാൽ കേരളത്തിൽ അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമാകും. ഇത് കേരളത്തിൽ നിയമസഭയെ നമ്മൾ പറയുന്ന കണക്കല്ല, ഇന്ത്യയിലെ നീതി ആയോഗ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ കണക്കാണ് സാർ. കാരണം SC മാത്രമല്ല, ഏറ്റവും ദുർബല വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ SC മാത്രമാണ് എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിദരിദ്രർ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും 30-20% കിടക്കുമ്പോൾ ഇവിടെ അതിനകത്ത് സമയം തൊട്ട് തുടങ്ങാം. അതോടെ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയോ കാര്യമാണ് സാർ. അപ്പോൾ പട്ടിണിയും ഒരു ജോലിയും മാത്രമല്ല നമ്മളിതിനകത്ത് കാണുന്നത്. നല്ല വിദ്യാഭ്യാസം, അവർക്ക് നല്ല ആരോഗ്യം, അവർക്ക് സ്വന്തമായി ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം സാർ. ഞങ്ങൾ നവകേരള സദസ്സിൻ്റെ ഭാഗമായി കണ്ണൂർ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി പങ്കെടുത്തു. അതിൻ്റെ പേര് സങ്കീർത്തന സുരേഷ് എന്നാണ്. സങ്കീർത്തന ദിനേശ് എന്നാണ്. ആ കുട്ടി പറഞ്ഞു, എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കാൻ പറ്റുന്ന ഒരു സമീപനം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ആകാശത്തൂടി പോകുന്ന വിമാനങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അതിനകത്ത് കയറാനോ അതിൻ്റെ പൈലറ്റാവുക എന്നുള്ളതിൻ്റെ സങ്കല്പത്തിൽ പോലും ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വിമാനം പറത്തുന്ന പൈലറ്റായി ഞാനിപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിച്ചത് 35 ലക്ഷം രൂപ ഫീസ് വരെയുള്ള കാര്യങ്ങൾ ചെയ്തത് ഈ ഗവൺമെൻറ്റാണ് എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എന്നാലും അദ്ദേഹം ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ വരുന്നു. വിങ്സ് പോലെയുള്ള പദ്ധതികളെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഏറ്റവും അതിദരിദ്രരായ ആളുകളെ മുഴുവൻ ആ ദാരിദ്ര്യത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതും അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുക എന്നുള്ളത് മുതൽ അതേ ഒരു സ്ഥിതി മാത്രം പോരാ, ഏറ്റവും ഹയർ എഡ്യൂക്കേഷൻ വരെ കിട്ടേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുക. സർ, ഇന്ത്യ ഗവൺമെൻറ് ആകെ വിദേശ പഠനത്തിന് കൊടുക്കുന്ന നമ്പറിനടുത്ത് കേരളത്തിൽ നിന്ന് പഠിക്കുന്നതാണ് 800 പേർ. ഞാൻ ആ കണക്ക് 800 പേർ വിദേശത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നൊരു സംസ്ഥാനത്ത് ഇങ്ങനൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ഇത് ഇങ്ങനെ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറയണ്ട. ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, എന്നാലും ഞാൻ പറയാം. 2.5 ലക്ഷം രൂപ വരെയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ SC/ST സ്കോളർഷിപ്പ് കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡമെങ്കിൽ നമ്മൾ ആ മാനദണ്ഡം നോക്കുന്നില്ല. സാർ, ഇവിടെ പലതവണ പറഞ്ഞല്ലോ, ഇവിടെ പറയുന്നു ബഡ്ജറ്റിനകത്തെന്തോ കട്ട് വരുന്നു. ഞാൻ ഇന്നലെ കണക്കുകൾ അവതരിപ്പിച്ചു. പ്ലാനിങ്, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളുടെ പ്ലാൻ എക്സ്പെൻഡിച്ചറും പൊതുവായിട്ടുള്ള നമ്മുടെ എക്സ്പെൻഡിച്ചറും 50%-ലധികമുള്ള കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചു. ഒരു കാരണവശാലും സ്കോളർഷിപ്പും ഫീസും ശമ്പളവും കൂലികളും അത് ഇടപെടുന്ന പ്രശ്നമേ ഇല്ല. പ്ലാൻ എക്സ്പെൻഡിച്ചർ അങ്ങനെ വലിയ കുറവ് വരില്ല. പക്ഷേ റീസ്ട്രക്ചറിങ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്.
എന്നിട്ട് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത് ഞാനീ പറഞ്ഞതുപോലെ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാധാരണക്കാരെ സഹായിക്കുന്നില്ല എന്ന് വരുത്താനാണ്. സാർ, ഇതിനകത്ത് സാധാരണ ബഡ്ജറ്റിൽ സാധാരണ പണം വെക്കും, ആ പണം കൊടുക്കുന്നതിനകത്ത് കുറവ് വരുന്നു, കൂടുതൽ വരുന്നു. SC മേഖലയിലും ST മേഖലയിലും അങ്ങനെ കുറവ് വന്നിട്ടേ ഇല്ല എന്ന് മാത്രമല്ല സാർ, നമ്മൾ ഈ പട്ടികജാതി വിഭാഗക്കാരായ കുട്ടികൾക്ക് കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള പോസ്റ്റ് മെട്രിക് ആനുകൂല്യം അനുവദിക്കുന്നതിനുള്ള ആനുപാതിക സംസ്ഥാന വിഹിതമായ നടപ്പ് വർഷം 73 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഈ തുക പൂർണ്ണമായും വകയിരുത്തി കഴിഞ്ഞ് ചെലവഴിച്ചതിനെ തുടർന്ന് 43.77 കോടി രൂപ ഉപധനാഭ്യർത്ഥന വഴി അധികമായി വകയിരുത്തിയിട്ടുണ്ട്. സാർ, ഇവിടെ നമ്മൾ ഇന്നും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്തരം പേപ്പറുകൾ തന്നെയാണ്. ബില്ലുകൾ കൂടുതൽ പണം അനുവദിക്കേണ്ടതിന് വീണ്ടും കൊടുക്കും. കാരണം ബഡ്ജറ്റ് വെച്ചത് മാത്രമല്ല പല മേഖലയിലും കൊടുക്കുന്നത്. സാർ, അതുപോലെ തന്നെ നമ്മുടെ വരുമാന പരിധി കണക്കിലെടുക്കാതെ സംസ്ഥാന സർക്കാർ അധിക തുക വകയിരുത്തി ധനസഹായം ചെയ്യുന്ന ചില കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ബജറ്റ് ഈ നടപ്പ് വർഷത്തെ ബജറ്റ് വിഹിതമായ 150 കോടി രൂപയും അധിക ധനാനുമതി വഴി അനുവദിച്ച 110 കോടി രൂപയും ഉപധനാഭ്യർത്ഥന വഴി അനുവദിച്ച 25.19 കോടിയും ചേർത്ത് 285.19 കോടി ഈ വർഷം ഒരു പ്രത്യേക ഹെഡിൽ ഈ പറഞ്ഞ 2.5 ലക്ഷത്തിന് മേളിലുള്ളതിൻ്റെ ആ മേഖലയിൽ കൊടുക്കാനുള്ള അനുവദിച്ചതിൻ്റെ കണക്കിനകത്തുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് ആവർത്തിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ കേട്ടിട്ടില്ല എന്ന തരത്തിൽ പറഞ്ഞതുകൊണ്ടാണ്. സാർ, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് ആനുപാതിക വിഹിതമായി 8 കോടി രൂപ, സംസ്ഥാന പദ്ധതികൾക്കായിട്ട് 166 കോടി രൂപ, ഇതിനു പുറമെ നോൺ പ്ലാൻ ശീർഷകത്തിൽ 18 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സാർ, ഇവയെല്ലാം ചേർത്ത് പട്ടികജാതി വിഭാഗക്കാരുടെ സ്കോളർഷിപ്പ് ആനുകൂല്യം നൽകുന്നതിനായി നടപ്പ് വർഷം 594.15 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സാർ, ഈ വർഷവും അതുപോലെ ഓരോ വർഷം എടുത്താൽ 21-22, 22-23, 23-24 ആ തുക വർദ്ധിച്ചു വരുന്നത് കാണാം. കഴിഞ്ഞ വർഷം 23-24 505.75 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. സാർ, ഇത് ഓരോ മേഖലയിലും ഉള്ള തുകയെപ്പറ്റി അറിയാത്തത് കൊണ്ടല്ല, സംശയം ഉണ്ടാക്കാൻ വേണ്ടി, മനഃപൂർവ്വം സംശയം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഒരു സമീപനമാണ്. സാർ, ഇവിടെ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നവർ കിഫ്ബി പദ്ധതി വന്നു. കിഫ്ബി പദ്ധതി കൊണ്ട് പ്ലാനിനകത്ത് ഇവിടെ ഒരു കണക്കവതരിപ്പിച്ച കിഫ്ബിയുടെ പൊതുവായിട്ടുള്ള 86,000 കോടിയിൽ വളരെ ചെറിയ പണം മാത്രമേ SC/ST മേഖലയ്ക്ക് അനുവദിക്കുന്നുള്ളൂ. സാർ, ആർക്കും അറിയാൻ വയ്യാത്ത കേരളത്തിൽ റോഡുണ്ടാവുന്നു, സ്കൂളുണ്ടാവുന്നു, ആശുപത്രി ഉണ്ടാവുന്നു. അതെല്ലാം പൊതുവായ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അതിനകത്ത് ഈ പറഞ്ഞ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ. സാർ, K-ഫോൺ പോലെയുള്ള പദ്ധതി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. K-ഫോൺ എവിടെയാണ് സാർ സൗജന്യമായിട്ടുള്ള ഫോൺ കണക്ഷൻ വളരെ ചുരുങ്ങിയ ചിലവിൽ കൊടുക്കുന്നത്? എവിടെയാണ്? ഇത്തരം മേഖലകളിലല്ലേ. ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടുന്നല്ലേ K-ഫോൺ പോലുള്ള കാര്യങ്ങൾ. സാർ, ആരോഗ്യരംഗത്ത് വലിയ നിക്ഷേപമാണ് വന്നിട്ടുള്ളത്. ആരോഗ്യരംഗത്ത് വലിയ നിക്ഷേപം വരുന്നു. ആർക്കാ അതിൻ്റെ ഗുണം കിട്ടുക? അപ്പോൾ ഈ കിഫ്ബി ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ സാമ്പത്തികമായി തകർന്നുപോയി എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള കണക്കുകളാണ്. ആ കണക്കൊന്നും ജനങ്ങളുടെ പോവില്ല എന്ന് മാത്രമല്ല, ഓരോ കാലത്തും മുൻകാലത്തെ കുടിശ്ശിക വരും. ഇവിടെ പറഞ്ഞു പാലക്കാട് കോളേജ് തുടങ്ങി 27-30 കോടി വെച്ചു, ഇപ്പം 500 കോടിയോളം ചിലവാക്കിയ കാര്യം പറഞ്ഞല്ലോ. എല്ലാ മേഖലയിലും അങ്ങനെ അധികം ചിലവാക്കിയിട്ട് തന്നെ ചെയ്യുന്നത്. സാർ, ഇവിടെ നമ്മുടെ നാട്ടിൽ 42 ലക്ഷം പേർക്ക് ചികിത്സ കാരുണ്യ പദ്ധതി വരെ കൊടുക്കുന്നുണ്ട്. ബഡ്ജറ്റ് വെക്കുന്ന 700 കോടിയാണ്, ചിലവാക്കുന്ന 1300 കോടിയാണ്. ഇതിനകത്ത് മഹാഭൂരിപക്ഷം ആരാ സാർ? ഈ നാട്ടിലെ സാധാരണക്കാരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടില്ല അത്. സാർ, 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. സാർ, നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മിക്കവാറും SC/ST മേഖലയിൽ വളരെ അപൂർവമായിട്ടുള്ള എല്ലാവർക്കും വരുമാനത്തിൻ്റെ ഒന്നും പരിധി വരുന്ന കുറച്ചാളെ കാണത്തുള്ളൂ. സാർ, 62 ലക്ഷം പേർക്ക് കൊടുക്കുന്നില്ലേ? ഒരു വർഷം എത്ര സാർ? 11,000 കോടി നമ്മൾ കൊടുക്കുന്നില്ലേ സാർ? അതൊന്നും ഈ കണക്കിൽ എന്താ വരാത്ത? അപ്പോൾ ഇങ്ങനെ ഓരോന്നും കൊടുത്തു. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞത് നന്നായി, നിങ്ങൾ ചോദിച്ചത് നന്നായി. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ശ്രമം നടത്തുന്നൊരു ഗവൺമെൻറ്റാണ് ഞങ്ങൾ. സാർ, ഇവിടെ ഈ നേരത്തെ ലാപ്ടോപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കോവിഡ് സമയത്ത് വന്നപ്പോൾ 40,000-45,000 ലാപ്ടോപ്പ് കൊടുത്തെന്നാണ് എൻ്റെ ഓർമ്മ. കോവിഡ് സമയത്ത് എല്ലാവരും ഓൺലൈനിൽ പഠിക്കാൻ തീരുമാനിച്ചു. പാവപ്പെട്ട ആളുകൾക്ക്, പല കുട്ടികൾക്കും, പ്രത്യേകിച്ച് ST മേഖലയിലും SC മേഖലയിലും ഒക്കെ അത് പറ്റില്ല. അതിനാണ് നമ്മൾ പ്രത്യേക ഒരു പദ്ധതി അനുസരിച്ച് മുഴുവൻ ആളുകൾക്കും ലാപ്ടോപ്പും അത്തരം എക്യുപ്മെൻറ്റും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. സാർ, ഇങ്ങനെ ഓരോ മേഖലയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. പക്ഷേ ST മേഖലയിൽ 500 ചെറുപ്പക്കാരല്ലേ ഫോറസ്റ്റ് മേഖലയിൽ ഗാർഡന്മാരായിട്ട് പ്രത്യേകം നിയമിച്ചത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി. സാർ, എല്ലാ മേഖലയും അത് ചെയ്യുകയാണ്, ഇനിയും ചെയ്യണം. ഞാനിവിടെ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സാർ, ഈ നാട്ടിൽ ഒരു ദരിദ്രൻ പോലും, പരമദരിദ്രൻ പോലും ഇല്ലാത്ത തരത്തിലേക്ക് കേരളത്തിലെ മാറ്റി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരാണ്. ഈ മേഖലകൾക്ക് കൊടുക്കാനുള്ള ഒരു പണവും കൊടുക്കാതിരിക്കില്ല എന്ന് വീണ്ടും 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 ആവർത്തിച്ച് വീണ്ടും ഈ സഭയിൽ പറയുകയാണ്. അങ്ങനെ കട്ട് ചെയ്യുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, ഞങ്ങൾ പുറകോട്ട് പോവല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 2 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് ചെലവ് കടന്നു വരുന്നു ഈ വർഷം.
ചെറിയ കാര്യമല്ല. 1.5 ലക്ഷം തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ് അവസാന വർഷത്തിൽ നിന്ന് എടുക്കുമ്പോൾ എപ്പോഴും വരുന്ന സാർ അങ്ങനെ പണം കൊടുക്കുക, എന്നിട്ടും വീണ്ടും ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇങ്ങനൊരു അടിയന്തര പ്രമേയം വെച്ച് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പോലും സഹായകരമല്ല. കാരണം അവരിതൊക്കെ മനസ്സിലാക്കുന്നതാണ്, കിട്ടുന്നതാണ്, ഈ കണക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവാതെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇരുന്ന് സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. സാർ യെസ്, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്നുള്ള ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. യെസ് സർ, ഞങ്ങൾ ഈ വിഷയം ഇവിടെ കൊണ്ടുവന്ന് നോട്ടീസിൽ പറഞ്ഞതുപോലെ നമുക്ക് പ്ലാൻ അലോക്കേഷൻ ഉണ്ട്. ഭരണഘടനാപരമായ ബാധ്യതയാണ് SC വിഭാഗത്തിന് 10%, ST വിഭാഗത്തിന് 2% അലോക്കേഷൻ കൊടുക്കാമെന്ന്. ഇങ്ങനെ നൽകിയ പ്ലാനിൽ നൽകിയ അലോക്കേഷൻ നിങ്ങൾ വെട്ടിച്ചുരുക്കി, ഗണ്യമായി വെട്ടിച്ചുരുക്കിയത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പാർപ്പിട പദ്ധതികളെയും അടക്കമുള്ള ക്ഷേമ പദ്ധതികളെ ഗൗരവതരമായി ബാധിച്ചു എന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. ശ്രീ AP അനിൽകുമാർ ഇവിടെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നടത്തിയൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. കാരണം ഇത് പ്ലാൻ അലോക്കേഷനാണ്. SCക്ക് 10%. നമ്മുടെ പ്ലാനിന് എന്തു പറ്റി? കഴിഞ്ഞ 3-4 വർഷമായിട്ട് പ്ലാനിന് എന്തു പറ്റി? പ്ലാൻ 27,000, 30,000 സ്റ്റക്കാണ്, പോകുന്നില്ല. പ്ലാൻ ഗ്രോത്ത് ഇല്ല. പല സംസ്ഥാനങ്ങളിലും അത് 20%, 25%, 30%. ഇപ്പം നിങ്ങൾ എപ്പോഴും 2011-16 കണക്കെടുക്കും. 2011-16 കണക്കൊന്നും എടുത്ത് നോക്കിക്കോ, പ്ലാനിൻ്റെ ഗ്രോത്ത് എല്ലാ വർഷവും ഉണ്ടാവും. ഇവിടെ പ്ലാൻ സ്റ്റാഗ്നൻ്റ് ആണ്. പ്ലാൻ സ്റ്റാഗ്നൻ്റായി നിൽക്കുമ്പോൾ ഇവർക്ക് കിട്ടേണ്ട പ്രൊപ്പോർഷൻ വർദ്ധിക്കുന്നില്ല, അത് സ്റ്റാഗ്നൻ്റായി നിൽക്കുകയാണ്. വേറെ ആരെയും ചിലപ്പോൾ ഇത് ബാധിക്കില്ല. വേറെ പലർക്ക് ജനറൽ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, ബാക്കിയുള്ള പ്രോജക്റ്റുകളൊക്കെ കുറേ ബാധിക്കും. എങ്കിലും ഇത്രമാത്രം ഈ പ്ലാൻ സ്റ്റാഗ്നൻ്റായി നിൽക്കുന്നത് ബാധിക്കുന്ന വേറൊരു വിഭാഗമില്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി 3-4 വർഷമായി അവർക്ക് കിട്ടുന്ന തുക അതുപോലെ തന്നെ തുടരുകയാണ്, വർധനവുണ്ടാകുന്നില്ല. അവിടെയാണ് ഉള്ള പ്ലാൻ പോലും കട്ട് ചെയ്യുന്ന രീതി. മന്ത്രി ആവർത്തിച്ച് ഒരു കട്ടിങ്ങും ഇല്ലെന്ന് പറയാം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ആദ്യം ഇറങ്ങിയ ഗവൺമെൻറ് ഉത്തരവാണ് 22/1/2025 ജനുവരി 22-ാം തീയതി ഇറങ്ങിയ ഉത്തരവാണ്. അത് ST വിഭാഗത്തിൻ്റെയാണ്. ഞാൻ എല്ലാം വായിക്കുന്നില്ല. ഓരോ പ്രോജക്റ്റും അതിൻ്റെ എമൗണ്ട് പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുക. പ്രയോറിറ്റൈസേഷൻ ആണെന്ന് പറയുന്നത്. പൈസ കുറച്ചിട്ടേ 240 ലക്ഷം രൂപ ഉള്ള പദ്ധതിക്ക് 200 ലക്ഷമാക്കി കുറച്ചു. ചില പദ്ധതി അതുപോലെ തന്നെ കട്ട് ചെയ്തു. 25 കോടിയുള്ളത് 20 കോടിയാക്കി, 50 കോടിയുള്ളത് വേണ്ടാന്ന് വെച്ചു, 42 കോടിയുള്ളത് 22 കോടിയാക്കി. ഇങ്ങനെ പദ്ധതികൾ കംപ്ലീറ്റ് വെട്ടിക്കുറയ്ക്കുകയും ഇല്ലാതാക്കിയിരിക്കുകയും ചെയ്യാണ്. ഇത് ഗവൺമെൻറ് ഓർഡറാണിത്, ഗവൺമെൻറ് ഓർഡർ. എന്നിട്ടാണ് മന്ത്രി വന്ന് സംസാരിക്കുന്നത് ഗവൺമെൻറ് ഓർഡറിന് വിരുദ്ധമായിട്ടാണ്. അതിൽ ഏറ്റവും അവസാനം ഞാൻ വായിക്കാം, 502 കോടി രൂപയുടെ ST പദ്ധതികൾ 390 കോടിയായിട്ട് വെട്ടിച്ചുരുക്കി. എത്രയാ കുറവ്? 111 കോടി 76 ലക്ഷം രൂപയുടെ പദ്ധതികൾ നിങ്ങൾ വെട്ടിച്ചുരുക്കി. ലാസ്റ്റ് ഈ ജനുവരിയിൽ ഇയർ എൻഡിങ്ങിൽ, ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ നിങ്ങൾ 500 കോടിയുള്ള, ഞാൻ പറഞ്ഞുതരാം, കറക്റ്റായിട്ട് പറഞ്ഞുതരാം, 502 കോടിയുള്ള പദ്ധതി നിങ്ങൾ 390 കോടിയാക്കി വെട്ടിച്ചുരുക്കി. 111 കോടി നിങ്ങൾ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് പറയാം ഞാനൊന്നും വെട്ടിയിട്ടില്ല. ഗവൺമെൻറ് ഓർഡറാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ ഈ ഗവൺമെൻറ് ഓർഡറിനെതിരായിട്ട് പറയൂ. ഇനി 3 ദിവസം കഴിഞ്ഞപ്പോൾ 25-ാം തീയതി വീണ്ടും SC ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട്, ഞാൻ ഇതുപോലെ തന്നെ ഡീറ്റെയിൽസ് പറയുന്നില്ല, 45 കോടി 25 കോടിയാക്കിയിട്ടുണ്ട്, 50 കോടി 30 കോടിയാക്കിയിട്ടുണ്ട്. പല പദ്ധതികളും, ഇഷ്ടം പോലെ പദ്ധതികൾ, 10-20 പദ്ധതികളാണ് വെട്ടിച്ചുരുക്കിയത്. എത്രയാണെന്നറിയാമോ? 1370 കോടി രൂപയുള്ള പദ്ധതിയുടെ വെട്ടി കുറച്ചത് 920 കോടിയാക്കി കുറച്ചു. 449 കോടി 89 ലക്ഷം, 450 കോടി വെട്ടിച്ചുരുക്കി. എന്നിട്ട് പറയാണ് ഗവൺമെന്റ് ഓർഡർ വെച്ചിട്ടാണ് ഈ പറയുന്നത്. എന്നിട്ട് റീസ്ട്രക്ചർ, പ്രയോറിറ്റൈസേഷൻ, പൈസ കട്ട് ചെയ്താണ്. ഇത് ഞങ്ങൾ ഈ സഭയിൽ കൊണ്ടുവരണ്ടേ സാർ? ഞങ്ങൾ ഈ സഭയിൽ കൊണ്ടുവരണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 3-4 വർഷമായിട്ട് പ്ലാൻ സ്റ്റാഗ്നൻ്റായി നിൽക്കുമ്പോൾ കിട്ടുന്ന 10% ഈ 2% സ്റ്റാഗ്നൻ്റായി നിൽക്കുകയാണ്. ഒരു വളർച്ചയില്ല അവർക്കുള്ള പദ്ധതികളിൽ.
ആ കുറവുള്ള പദ്ധതികളിലാണ് ഇത്രയും ഭീമമായ വെട്ടിക്കുറവ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ചില ന്യായീകരണങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ പറയാൻ പാടില്ല. ഈ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത് കിഫ്ബിയെ കുറിച്ച് പറഞ്ഞത് ധനകാര്യമന്ത്രിയും പറഞ്ഞു. റോഡ് ഉണ്ടാക്കുന്നില്ലേ? റോഡിൽ എല്ലാവരും പോകുന്നില്ലേ? പട്ടികജാതിക്കാർ പോകുന്നില്ലേ? ആശുപത്രി ഉണ്ടാക്കുന്നില്ലേ? ആശുപത്രിയിൽ പട്ടികജാതിക്കാർ പോകുന്നില്ലേ? സ്കൂൾ ഉണ്ടാക്കുന്നുണ്ട്, സ്കൂളിൽ പട്ടികജാതിക്കാർ പോകുന്നില്ലേ? അങ്ങനെയാണ് ഈ ലോജിക്കാണെങ്കിൽ SCP പദ്ധതിയും TSP പദ്ധതിയും ഉണ്ടാകാൻ പാടില്ല സ്റ്റേറ്റിൽ. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണ്. You have to provide 10% allocation for the SC community and 2% for the ST community. Constitutional obligation ആണ്. You have to do that. ജനറലായിട്ട് എന്നാൽ പിന്നെ ഈ പദ്ധതിയൊന്നും വേണ്ടല്ലോ. ജനറലായിട്ട് നടക്കുന്ന എല്ലായിടത്തും SC STക്കാർ പോകുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടി പർട്ടിക്കുലറായി ഇയർ മാർക്ക് ചെയ്ത പ്രോജക്റ്റാണ് വേണ്ടത്. പർട്ടിക്കുലർ. ഞാൻ ഈ വകുപ്പിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ഇനി ഒറ്റ കാര്യം പറയാം. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു പട്ടികജാതിക്കാർക്ക് വേണ്ടി. നിങ്ങൾ ഇവിടെ കൊടുത്ത ഉത്തരവുണ്ട്, ധനകാര്യമന്ത്രി ഇവിടെ കൊടുത്ത ഉത്തരം, M. വിജിന് കൊടുത്ത ഉത്തരവാണ്. നിങ്ങൾ 15/10/24 കൊടുത്താണ് കിഫ്ബിയുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ചെലവ്, ഓരോ വിഭാഗത്തിലുള്ള ചെലവ്. നിങ്ങൾ ടോട്ടലായിട്ട് ഈ ദിവസത്തിൽ 29,774 കോടി ചെലവാക്കി. എന്ന് വെച്ചാൽ ഏകദേശം 30,000 കോടി. നിങ്ങൾ ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനും വേണ്ടി ചിലവാക്കിയത് എത്ര? 81 കോടി. ഇത് ഏത് പൈസയാണ്? ഇത് ഏത് പണമാണ്? എൻ്റെ ചോദ്യം അതാണ്. ഇത് ഏത് പണമാണ്? ഇത് നിങ്ങൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കിഫ്ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത പണമാണ്. ഈ കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ആ പൈസ കിടക്കുമായിരുന്നു. ഈ പറയുന്ന 30,000 കോടി രൂപയുടെ 10% 3,000 കോടി രൂപ SCക്കും കിട്ടുമായിരുന്നില്ലേ? കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ഞാൻ പറയട്ടെ, കിട്ടുമായിരുന്നല്ലോ. അത് ഇപ്പുറത്തേക്ക് മാറ്റി. കാരണം അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് 20,000 കോടിയാണ് നിങ്ങൾ ഇതുവരെ മാറ്റിയത്. നിങ്ങൾ ഇപ്പുറത്തേക്ക് മാറ്റി. എന്നിട്ട് 81 കോടി, 10% എന്ന് വെച്ചാൽ 3,000 കോടി വരും. 81 കോടിയാണ് SCക്കും STക്കും കൂടി. 12% ആണ് വേണ്ട, രണ്ടുപേർ കൂടി നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് അവർ പൊതുവായിട്ട് പണിത് ആശുപത്രിയിൽ അവർ പോയിക്കോട്ടെ, പൊതുവായിട്ട് പണിത് സ്കൂളിൽ അവർ കയറിക്കോട്ടെ എന്ന് പറയുന്ന ന്യായം എവിടെയെന്ന്. പിന്നെ പ്ലാൻ എക്സ്പെൻഡിച്ചർ, പ്ലാൻ ഔട്ട്ലൈൻ ഉണ്ടല്ലോ, ഞാനിപ്പോൾ എടുപ്പിച്ചു. എൻ്റെ ഓഫീസിൽ കിട്ടും, എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കിട്ടും. ഹൗസിംഗ് സ്കീം ഫോർ ദ ഹോംലെസ് STs അണ്ടർ ലൈഫ് മിഷൻ. STക്കല്ല, ലൈഫ് മിഷനിലെ സ്കീം എത്രയാണെന്നറിയോ? ഔട്ട്ലേ പ്ലാൻ 100% സ്റ്റേറ്റ് സ്കീമാണ്. എത്രയാണെന്നറിയോ? 140 കോടി രൂപയാണ് അലോക്കേഷൻ. ഇന്ന് എത്രയാണ് ദിവസം? ഫെബ്രുവരി 13 തീരാറായില്ല, 1.5 മാസമുള്ളൂ. ഈ 140 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചർ എത്രയാണെന്നറിയാം? വട്ടപൂജ്യം. 1 രൂപ ചെലവാക്കിയിട്ടില്ല. 1 രൂപ ചെലവാക്കിയിട്ടില്ല. വട്ടപൂജ്യം. 1.5 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ 140 കോടി രൂപ STയുടെ ഹൗസിംഗ് സ്കീമിൽ വെച്ചിട്ട് നിങ്ങളുടെ ഡോക്യുമെൻ്റാണ്, ഗവൺമെൻറ് ഡോക്യുമെൻ്റാണ്. എന്നിട്ടാണ് ഞങ്ങളിത് പറയാൻ പാടില്ല, ഞങ്ങളിത് കൊണ്ടുവരാൻ പാടില്ല. കർണാടകയിൽ ഇവിടെ ഇപ്പോൾ ഒരു ST മന്ത്രിയിൽ SCക്ക് മന്ത്രി ഇല്ലാത്ത ആദ്യത്തെ അവസ്ഥയാണ്. കർണാടകയിൽ ഞാൻ പറയാം, അവിടുത്തെ ആഭ്യന്തരമന്ത്രി പരമേശ്വർ പട്ടികജാതിക്കാരനാണ്. അവിടുത്തെ PWD മന്ത്രി പട്ടികവർഗക്കാരനാണ്, സതീഷ് ജാർക്കോളി. അവിടുത്തെ സിവിൽ സപ്ലൈസ് മന്ത്രി പട്ടികജാതിക്കാരൻ HK മുനിയപ്പ. ഈ പട്ടികജാതി വകുപ്പിന് വേറെ മന്ത്രിയും കൂടി ഉണ്ട്, മഹാദേവപ്പ. 4 മന്ത്രിമാർ. അവിടെയൊക്കെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. മനസ്സിലായില്ല? ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പറഞ്ഞാണ്, നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞ. ഇനി ഭവനരഹിത പട്ടികജാതി വിഭാഗക്കാർക്ക് ലൈഫ് മിഷൻ വഴി നടപ്പാക്കുന്ന പദ്ധതി 300 കോടിയിൽ 120 കോടിയാക്കി കുറച്ചുകൂടെ പറഞ്ഞു. 60% വെട്ടിക്കുറവ് വരുത്തി. ഓരോ പ്രോജക്റ്റിലുമുള്ള, ഞാൻ ഇത് മുഴുവൻ വായിക്കാനുള്ള സമയക്കുറവ് മൂലം ഞാൻ വായിക്കുന്നില്ല സാർ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, കഴിവുകൾ, സാമൂഹ്യ നിലവാരം എന്നിവ മെച്ചപ്പെടുത്താനുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് വാത്സല്യനിധി. 10 കോടി രൂപയായിരുന്നു ഇതിൻ്റെ ബജറ്റ് വിഹിതം. ഈ പദ്ധതിക്ക് 1 രൂപ പോലും കൊടുക്കേണ്ടെന്നാണ് പുതിയ തീരുമാനം. വാത്സല്യ നിധിയോട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കാണിച്ച വാത്സല്യമാണ്. 10 കോടി രൂപയുടെ പദ്ധതി ദയാരഹിതമായി, ഒരു വാത്സല്യമില്ല.
മാറ്റി കൊടുത്തു. യെസ് എല്ലോ സർ, പിന്നെ വിദേശത്ത് 9 മിനിറ്റ് കഴിഞ്ഞു പ്ലീസ്. വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കാൻ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്, UDF ഗവൺമെന്റിന്റെ കാലത്തൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് വിദേശത്ത് പഠിക്കാൻ. ഈ പറയുന്ന ഒരുപാട് പൈലറ്റ് സ്കീമിനൊക്കെ ഒരുപാട് സ്കീമുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ആകാശത്തൊക്കെ നോക്കി ഏവിയേഷൻ പദ്ധതി പറഞ്ഞാൽ നന്നായി. ആ വിങ്സ് എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ച് ധനകാര്യമന്ത്രി പറഞ്ഞു. അതിൽ 2 കോടി രൂപ ഉണ്ടായിരുന്നത് 1 കോടി രൂപയ്ക്ക് വെട്ടിക്കുറച്ച ആളാണ്. ഇപ്പോൾ 1 കോടി രൂപയായിട്ട് വെട്ടിക്കുറച്ച് ആ വിങ്സ് പദ്ധതിയുടെ 2 കോടി രൂപ. എൻ്റെ മിനിസ്റ്ററെ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഇനി ഞങ്ങൾ പറഞ്ഞുതരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ വെട്ടിക്കുറവുള്ള ഓരോ പ്രോജക്റ്റുകളിലും വിവിധ പദ്ധതികളിലെ പ്ലാൻ പ്രോഗ്രസ് ഫെബ്രുവരി 13 ആയല്ലോ. പ്ലാൻ പ്രോഗ്രസ് ഹൗസ് ടു ഹൗസ്ലെസ്, കംപ്ലീഷൻ ഓഫ് പാർഷ്യലി കൺസ്ട്രക്റ്റഡ് ഹൗസ്, ഇംപ്രൂവ്മെന്റ് ഓഫ് ഡിലാപ്പിഡേറ്റഡ് ഹൗസ് ഹോൾഡ്സ് എത്രയാണെന്നറിയാമോ? പ്ലാൻ എക്സ്പെൻഡിച്ചർ 40%. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ മാരേജ് ഓഫ് SC ഗേൾസ് 39%. അസിസ്റ്റൻസ് ഫോർ എഡ്യൂക്കേഷൻ ഫോർ SC സ്റ്റുഡൻസ് 67%. ട്രെയിനിങ് എംപ്ലോയ്മെന്റ് 56. വാത്സല്യനിധി 0. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് 0. അംബേദ്കർ വില്ലേജ് ഡെവലപ്മെന്റ് 39%. ഹെൽത്ത് കെയർ 42. എംപവർമെന്റ് സൊസൈറ്റീസ് ഫോർ SC യൂത്ത് 0. ഹൗസിംഗ് സ്കീം ഫോർ ഹോംലെസ് SCs അണ്ടർ ലൈഫ് മിഷൻ 30%. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിക്കുറച്ചു. അങ്ങനെ എന്റെ പ്രസംഗം വെറുതെ അങ്ങയായിട്ട് വഴക്കടിപ്പിക്കില്ല എന്നെ. പറയല്ലേ, ഞാൻ ഈ പരിപാടി എനിക്കിത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2 മന്ത്രിമാര് ഇവിടെ മറുപടി പ്രധാനപ്പെട്ട സർ ഇവിടെ AG റിപ്പോർട്ടിൽ എന്താ ഇപ്പോൾ കുട്ടികളുടെ സ്ഥിതി എന്താ? നിങ്ങളിതൊക്കെ പറഞ്ഞല്ലോ. AG റിപ്പോർട്ട് എന്താ? സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പട്ടികജാതി വിഭാഗത്തിലുള്ള എല്ലാ പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് 2018-22 അധ്യയന വർഷങ്ങളിൽ വിവരം ശേഖരിച്ചു. മനസ്സിലായ 19,379 വിദ്യാർത്ഥികൾക്ക് 2018 മുതൽ 21 വരെ അധ്യയന വർഷങ്ങളിൽ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി. AG റിപ്പോർട്ടാ. നിങ്ങൾ വയനാട് ജില്ലയിലടക്കം എത്ര വിദ്യാർത്ഥികളുടെ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാ മാസവും കൊടുത്തിരുന്ന ഹോസ്റ്റൽ ഫീസും ഗ്രാൻസും നിങ്ങൾ 1 വർഷത്തിലാക്കി. ആ 1 വർഷത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഒരുമിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത്. എത്ര പേര് പഠനം നിർത്തി പോന്നു എന്നറിയാമോ? ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? എത്ര പേര് പ്രൊഫഷണൽ കോളേജുകളിൽ ഹോസ്റ്റലുകളിൽ ഫീസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അപമാനിക്കപ്പെടുന്നു എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങളുടെ പ്രയോറിറ്റി? ഈ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസമല്ലല്ലേ? അവർ വളർന്നു വന്നിട്ടല്ലേ ഇതിൻ്റെ ഒരു പിന്നോക്കാവസ്ഥ മാറാൻ? അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ കൊടുക്കുന്ന ഔദാര്യമാണോ അവർക്ക്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലായി നമ്മൾ കൊടുക്കുന്ന റിസർവേഷന്റെ ഭാഗമായി നമ്മൾ അവരെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ നൽകുന്ന സഹായമാണ് ഈ പദ്ധതികളെല്ലാം. ഈ പദ്ധതികൾ ഞാൻ വിവരിക്കുന്നില്ല. AG റിപ്പോർട്ട് കണ്ടാൽ എത്രയോ സ്ഥലങ്ങളിൽ 2018 കൊടുത്തിരിക്കുന്ന അപേക്ഷ 2022 വരെ പെൻഡിംഗ് ആയിരിക്കുന്നതിന്റെ വിശദ വിവരങ്ങൾ അങ്ങ് എന്റെ പ്രസംഗാന്ത് അങ്ങനെ കൺട്രോൾ ചെയ്യില്ല. അങ്ങനല്ല, അങ്ങ് പറയുന്നതിൽ നിന്ന് പുറകോട്ട് പോയതുകൊണ്ടാണ്. അങ്ങ് തന്നെ ഫ്ലോറിൽ നിരവധി തവണ പറഞ്ഞു ഏറ്റവും കുറവ് വാക്കൗട്ട് സ്പീച്ച് നടത്തുന്ന ആളാണെന്ന്. പ്ലീസ്, അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യണമെന്നേ ഉള്ളൂ. 13 മിനിറ്റായി. 13 മിനിറ്റ്. അവിടെ ഇരിക്കും. അങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ. യെസ് കൺക്ലൂഡ് ചെയ്യട്ടെ. അവിടെ ഇരിക്കെ കൺക്ലൂഡ് ചെയ്യട്ടെ. രണ്ടാമത്തെ അദ്ദേഹം പറയിച്ചതാണ്, മന്ത്രി തയ്യാറായതല്ല. ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല. ഒരു കാരണവശാൽ അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോകണോ വേണ്ടെന്ന് അങ്ങ് തീരുമാനിക്കണം. എന്നെ തടസ്സപ്പെടുത്തി അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോയി. ഞാൻ തടസ്സപ്പെടുത്തിയില്ല. 9ാമത്തെ മിനിറ്റിൽ മാത്രമേ 9ാമത്തെ മിനിറ്റിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. അവിടെ ഇരിക്ക്. അദ്ദേഹം സംസാരിക്കട്ടെ, കൺക്ലൂഡ് ചെയ്യട്ടെ. ലെറ്റ് ഹിം കൺക്ലൂഡ്. പ്ലീസ്. അവിടെ ഇരിക്ക്. യെസ് അവിടെ ഇരിക്ക്. അല്ല, അവർ കൺക്ലൂഡ് ചെയ്യട്ടെ. യെസ് കൺക്ലൂഡ് ചെയ്യട്ടെ. വെറുതെ സമയം പോക്കണ്ട. യെസ് ഒന്ന് അങ്ങ് ടീമിനോട് പറ പ്ലീസ്. അല്ല, അങ്ങാണ്
അങ്ങാണ് എന്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിത്തൗട്ട് ഇന്റർവെൻഷൻ യു സ്പോക്ക് 9 minutes വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ. ഔദാര്യത്തിന്റെ പ്രശ്നമല്ല, ഔദാര്യത്തിന്റെ പ്രശ്നമല്ല. വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ ഫ്രം ചെയർ യു സ്പോക്ക് 9 minutes. It is my right to speak here. I am on my legs. You cannot intervene. യെസ് യെസ് യെസ്. അവിടെ ഇരിക്കും. ഓക്കെ. അദ്ദേഹം കൺക്ലൂഡ്. ശ്രീ വിൻസെന്റ് ചെയറിൽ പോയിരിക്ക്. ചെയറിൽ പോയിരിക്ക്. സിദ്ദിഖ് ചെയറിൽ പോയിരിക്ക്. അവിടെ പോയിരിക്കാൻ പറ. സിദ്ദിഖ് അവിടെ പോയിരിക്ക്. No. He spoke 9 minutes without any intervention. He spoke 9 minutes. Yes. Please. ടീമിനെ തിരിച്ചു വിളിക്ക്. അവിടെ പോയിരിക്ക്. അവിടെ ഇരിക്ക്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒന്ന് ടീമിനെ അങ്ങോട്ട് തിരിച്ചു വിളിക്ക്. പ്ലീസ്. Yes.